അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ വീരാടൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്ന 61ാമത് അഖണ്ഡനാമ യജ്ഞം നാളെ നടക്കും. ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച ഉദയം വരെയാണ് അഖണ്ഡനാമ യജ്ഞം നടത്തുന്നത്. ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. എല്ലാ വർഷവും നടത്തി വരുന്ന അഖണ്ഡനാമം ഈ വർഷം 2025 നവംബർ മാസം 29-ാം തീയതി, അതായത് വൃശ്ചിക മാസം 1200 വൃശ്ചിക മാസം 13-ാം തീയതിയാണ്. ഇതിൻ്റെ മുന്നോടിയായി സാധാരണ 1-ാം തീയതി മുതൽ ഇതിൻ്റെ തലേ ദിവസം വരെ ഭജനയും അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഭജനയും ഭിക്ഷയും നടത്തി വരുന്നു. ഇത് 61ാമത്തെ അഖണ്ഡനാമമാണ് ഈ വർഷം നടത്താൻ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നടന്നു പോകുന്നത്. അതിന് ഭഗവാൻ അയ്യപ്പൻ്റെ കടാക്ഷമുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നത്. ഏതായാലും അതുപോലെ തന്നെ ഇതിനെ പ്രവർത്തക സമിതി വളരെയധികം സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ അവരെല്ലാവരും മുൻകൈ എടുക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംഘാടകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി വരുന്നു. 6000-ഓളം പേർക്കാണ് അഖണ്ഡനാമ യജ്ഞ ദിനത്തിൽ അന്നദാനം നടത്തുന്നത്. പന്തൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായി. ഗണപതി ഹോമം, അഖണ്ഡനാമ പുഷ്പാഞ്ജലി, പാറക്കടവിലേക്കുള്ള എഴുന്നള്ളത്ത് എന്നിവയും ചടങ്ങുകളിൽ പ്രധാനമാണ്. 4 മണിക്ക് ഭജനോടത്തിൽ വെച്ചിട്ട് ഗണപതി ഹോമം നടക്കും. അതിനുശേഷം ശ്രീകോവിലിലെ വിളക്ക് നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ വെച്ചിട്ട് അഖണ്ഡ പുഷ്പാഞ്ജലിയാണ് ഒരു ദിവസം നടക്കുന്നത്. 24 മണിക്കൂർ നാളെ ഉദയം മുതൽ മറ്റന്നാൾ ഉദയം വരെ ആണ് അഖണ്ഡ പുഷ്പാഞ്ജലിയായിട്ടാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പാറക്കടവിലേക്ക് എഴുന്നള്ളത്തുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ശുദ്ധിയാക്കി തിരിച്ചു വന്ന് എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റന്നാൾ രാവിലെ ഈ അഖണ്ഡനാമയജ്ഞം അവസാനിക്കുകയുള്ളൂ. നിലമ്പൂരിലെ അഖണ്ഡ പുഷ്പാഞ്ജലി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് TN രാജേന്ദ്ര വർമ്മ, വൈസ് പ്രസിഡന്റ് PA വിജയകുമാർ, സെക്രട്ടറി KK രാമനാഥൻ, ട്രഷറർ KP രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K കൃഷ്ണചന്ദ്രൻ, K പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടത്തുന്നത്. 6:30 നമ്മൾ അഖണ്ഡനാമ യജ്ഞം തുടങ്ങും. അതിനു മുന്നേ ഒരു 10 മിനിറ്റ് നേരം ഒരു ഭക്തി പ്രഭാഷണം. അത് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. അതിനൊന്നും മാറ്റം വന്നിട്ടില്ല. ഭക്തി പ്രഭാഷണം ചെയ്യുന്ന ആള് ജയപ്രകാശ് സാറെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ EFO അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 6:30 തന്നെ നമ്മൾ അഖണ്ഡനാമ യജ്ഞം തുടങ്ങും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉദയം വരെയാണ് നമ്മളെ അഖണ്ഡനാമത്തിൻ്റെ അവസാനം. എല്ലാ വർഷത്തും നടക്കുന്നതുമായി തന്നെ ഒരു മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാ വർഷത്തിനെക്കാളും കൂടുതൽ ആളുകൾ ഈ പരിപാടിയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 6,500-6,500 ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട്. അത് ഞങ്ങൾ അഖണ്ഡനാമത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഞങ്ങൾ ചിങ്ങമാസത്തിൽ തന്നെ അഖണ്ഡനാമത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചിങ്ങമാസത്തിൽ ഞങ്ങൾ ഇതിൻ്റെ പിരിവും കാര്യങ്ങളും തുടങ്ങി വെക്കും. അഖണ്ഡനാമ യജ്ഞത്തിന്റെ ഭക്തജന തിരക്ക് മുൻകൂട്ടി കണ്ട് വഴി വാണിഭക്കാരും കോവിലകം റോഡിൽ കച്ചവടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.